രസമൊക്കെ ഉണ്ട് കാണാം. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ആനയോട്ടം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ തന്നെ ഇവിടെ കുറച്ച് ആനകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം. ശങ്കരനാരായണൻ. ഇവിടെ വേറെ 2 ആനകൾ നിൽക്കുന്നുണ്ട്. അതിലൊരു വലിയ കൊമ്പുള്ള ഈ ഒരു ആന ഗുരുവായൂർ വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ദേവദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ്. അപ്പോൾ 3 ആനനെ ഈ ഒരു കോമ്പൗണ്ടിൽ നിർത്തിയിരിക്കുന്നുണ്ട്. പല ആനകളെയും പല പല സ്ഥലത്തായിട്ട് നിർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഉച്ച നേരത്തെ ആനകളെ ആനക്കോട്ടയിൽ നിന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. ആനകൾ 2-3 എണ്ണം ഉള്ളതെങ്കിലും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ആനകളെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആനകളേനൊക്കെ. അതിൻ്റെ ആ ഒരു പരിസരമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ ആനയോട്ടം തുടങ്ങുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വണ്ടി. ഇതാണ് മഞ്ജുളാൽ. ഇവിടെ ഈ വെള്ളവര കാണുന്നുണ്ടല്ലോ, ഇവിടെയാണ് ആനകളൊക്കെ നിൽക്കുക. എന്നിട്ട് ഇവിടെ നിന്നാണ് ഓട്ടം തുടങ്ങുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ആ വഴി പോകണം. അതാണ് അവിടെ പുതിയ ഉണ്ടാക്കിയ ബ്രിഡ്ജ്. ഇതിവിടെ പുതിയ വെങ്കല പ്രതിമ. വെള്ളമൊക്കെ ഒഴിച്ച് റോഡ് തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആനകൾക്കൊക്കെ ഇവിടെ വന്ന് നിൽക്കലാണ്. ഏകദേശം ഒരു 2 മണി 3 മണിയാകുമ്പോഴേക്കും ഇവിടെയൊക്കെ നിറച്ച ആനകളായിരിക്കും. 2 ടാങ്കിലാണ്, വാട്ടർ ടാങ്കിലാണ് വെള്ളം കൊണ്ടുവന്നിരിക്കുന്നത്. ശങ്കരനാരായണനെ ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ആനയാണ്. ചെവിയിലൊരു പൊത്തൊക്കെ ഉണ്ട് ആനയ്ക്ക്. ഇവിടെ ആകെ 3 ആനകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആനകൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാം. ഇതാണ് ഗുരുവായൂരെ പാർത്ഥസാരഥി ക്ഷേത്രം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ അമ്പലം ഉള്ളത്. ഇവിടെ കുളത്തിൻ്റെ അവിടെ ഒരാന നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കുറേ ആനകളൊന്നും ഇല്ല. ഇവിടെ ഒരു ലോട്ടറി വയ്ക്കുന്ന ചേട്ടനാണ് ആ ഒരു ഇൻഫർമേഷൻ തന്നത്. അവിടെ നല്ല അടിപൊളി ചുമർ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു അമ്പലത്തിൻ്റെ ശ്രീകോവിലും നല്ല രസമാണ്. പാർത്ഥസാരഥി കൃഷ്ണൻ മറ്റേ തേര് തെളിക്കില്ല, അതേപോലെയാണ് ആ ഒരു ശ്രീകോവിലൊക്കെ ഉള്ളത്. ഞാൻ കുറച്ച് കാലമായി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട്. ഒരാന നിൽക്കുന്നുണ്ട്. അടുത്തേക്ക് പോയിട്ടൊന്ന് ഫോട്ടോ എടുക്കണ്ട, ചിലപ്പോൾ ഒരു ചീത്ത പറയും. ഏതാന എന്നറിയില്ല. ഇതാണ് ആനേനെ ഫുള്ളായിട്ട് കാണുമ്പോൾ. പാവം ആന അല്ലേ, നല്ല രസമൊക്കെ ഉണ്ട് കാണാം. കുറേ നേരമായി നമ്മുടെ ഈ 2 ആനകൾ ഇവിടെ നിൽക്കുന്നു. ബാക്കിയുള്ള ആനകൾ എത്തിയിട്ടില്ല. സമയം ഏകദേശം ഇപ്പോൾ അത്ര 1:30 കഴിഞ്ഞിട്ടുണ്ട്. ആണ് ഗുരുവായൂർ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ ആന. വളരെ ചെറിയൊരാനയുണ്ടോ, നല്ല കുട്ടിയാന, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആയതിനാൽ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുമായി സഹകരിക്കണമെന്ന് പൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ മുൻഗണന. അവിടെ വീണ്ടും വെള്ളം നനച്ച് തണുപ്പിക്കുന്നുണ്ട്. ഏകദേശം ആനയോട്ടത്തിൻ്റെ സമയം അടുക്കാറായപ്പോൾ തന്നെ വലിയ വിഷ്ണു ആനേനെ കുളിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ജസ്റ്റ് ഒന്ന് നനപ്പിക്കുക. ആദ്യം ആനേനെ കുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ചൂടിൻ്റെ ഒരു ഉഷ്ണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ആനേനെ നനയ്ക്കുക, പിന്നെ വെള്ളം കുടിക്കാൻ കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആന ഉടൻ തന്നെ വരും. അങ്ങനെ ഒരു അവിടെ വന്നിട്ടുള്ള ഒരുവിധം എല്ലാ ആനകൾക്കും കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ആനകളുടെ ദേഹം ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് ആനയോട്ടത്തിന് ആനേനെ പങ്കെടുപ്പിക്കുന്നത് കേട്ടോ. ഏകദേശം സമയം 2:30 കഴിഞ്ഞിട്ടുണ്ട്. 2:30-3 മണിക്കാണ് ശരിക്കും ആനയോട്ടം തുടങ്ങുന്നത്. 3 മണി അവിടെ നാഴികമണി അടിക്കുമ്പോൾ അവിടെ നിന്ന് കഴുത്തിൽ കെട്ടുന്ന മണി പാപ്പന്മാർ വന്നിട്ട് ഓടി കൊണ്ടുവരും. അത് കഴിഞ്ഞ് ഇവിടെ ആനയുടെ കഴുത്തിൽ കെട്ടിയതിന് ശേഷം ഇവിടെ നിന്ന് ആന ഓട്ടം തുടങ്ങും. ഓടിയിട്ട് അമ്പലത്തിലേക്ക് എത്തും.
സമയം ഏകദേശം ഒരു 2:30 മണി ആയ കാരണം തന്നെ ഇവിടെ ആകെ ഒരു 2-4 ആനകൾ മാത്രമാണ് നിൽക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള എല്ലാ ആനകളും വരുന്നത്. ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൻ്റെ പിന്നിലായിരുന്നു നമ്മുടെ ഏതാന ദാമോദർദാസ് ആനേനെ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഇവരുടെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് തോന്നുന്നു ബാക്കിയുള്ള ആനകളിനെ, നമ്മുടെ ഗുരുവായൂർ നന്ദനടക്കം ബാക്കി എല്ലാ ആനകളെയും അവിടെ ആയിരുന്നു തോന്നുന്നു തളച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഒരു 3 മണിക്കുള്ളിൽ തന്നെ ബാക്കി എല്ലാ ആനകളെയും കൊണ്ടുവരും. ആ എല്ലാ ആനകളെയും കൊണ്ടുവരുന്നത് വരെ ഈ ഒരു കോമ്പൗണ്ടിൽ നിൽക്കുന്ന ഒരു 3-4 ആനകളെ മാത്രമാണ് എനിക്ക് വീഡിയോ എടുക്കാനും എന്നെ നോക്കി നിൽക്കാനും സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചിത്രങ്ങൾ നമുക്കൊന്ന് കുറച്ചൊന്ന് കാണാം. വെറുതെ ഒന്നുമല്ല കേട്ടോ, ആന അവിടെ ഇരുന്ന് കുളിക്കുന്നു, ആനയ്ക്ക് വെള്ളം കൊടുക്കുന്നു, അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളാണ്. ഗുരുവായൂർ ബലറാമാണെന്ന് തോന്നുന്നു വരുന്നത്. ബാഗിൽ ഇറങ്ങിക്കുക അല്ല ബാലു. വളരെ പെട്ടെന്ന് തന്നെ ആനേനിട്ട് അവർ അങ്ങോട്ട് പോയി. ഗുരുവായൂർ ബാലു എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ് കുളിപ്പിക്കാൻ കൊണ്ടുപോകാൻ തോന്നുന്നു.
അടുത്താണ് പെണ്ണാനുള്ളത് ദേവി. രാമരാക്ഷൻ വരുന്നുണ്ട്. ആനകളുടെ മീതെ പേരൊക്കെ വെക്കുന്ന പരിപാടി നടക്കണം ഇവിടെ. ദേവദാസ്, ഇത് സിദ്ധാർത്ഥനല്ല, ദേവദാസ്. ചെന്താമരാക്ഷൻ, ഗോപി കൃഷ്ണൻ. ഹലോ, ഒരു കൊമ്പ് ഫിറ്റ് ചെയ്തിരിക്കുക കണ്ടോ? അതിന് റെഡ് കണ്ടോ? സെക്യൂരിറ്റിയുടെ കയ്യിൽ അനൗൺസ്മെൻറ്റ് സാധനം, പോലീസ്, സെക്യൂരിറ്റി, പിന്നെ ഏതാ പോലീസിൻ്റെ വേറൊരു വിങ്, എല്ലാവരും വന്നിട്ടുണ്ട്.
മറ്റേ ഉണ്ണി കിടന്നുണ്ട് അതൊക്കെ അവൻ കിടന്നപ്പോൾ കിടക്കാൻ പറ്റില്ല. ആകെ അപ്പിക്കോട്ടെ ഫ്രണ്ടിൽ കൂടെ പോയാൽ